കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേരളത്തെ ഭീതിയിലാഴ്ത്തിയ നിപ്പ അടക്കമുള്ള അപകടകരമായ രോഗബാധകൾ മഴക്കാലമായതോടെ വീണ്ടും തലപൊക്കിയിരിക്കുകയാണ്. നിപ്പയ്ക്കൊപ്പം ഷിഗല്ല, ഡെങ്കി തുടങ്ങിയവയും വ്യാപകമായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ്പ രോഗി ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗമായി നേരിട്ടും അല്ലാതെയും സമ്പർക്കത്തിലുണ്ടായിരുന്ന ആർക്കും ഇതുവരെ നിപ്പ ബാധയുണ്ടായിട്ടില്ല എന്നതാണ് ആശ്വാസകരം. മതിയായ ചികിത്സാ സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും നിപ്പ ബാധ നേരിടാൻ എല്ലാവിധ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും വിവാദങ്ങളുമല്ല, മറിച്ച് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള മാരക പകർച്ചവ്യാധികൾ കൃത്യമായ ഇടവേളകളിൽ തലപൊക്കുന്നത് എന്ന കാര്യമാണ് ഗൗരവമുള്ള ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടത്. നിപ്പയ്ക്കൊപ്പം ഷിഗല്ല വ്യാപനവും വിവിധ ജില്ലകളിൽ വലിയ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ഉയർത്തിയ ഭീഷണികൾ അല്പമൊന്ന് അടങ്ങിയപ്പോഴാണ് ഷിഗല്ല വ്യാപനം ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, മലപ്പുറം ജില്ലകളിലാണ് ഷിഗല്ല വ്യാപനമുള്ളത്. ഈ വർഷം ഇതുവരെയായി 135 ഷിഗല്ല കേസുകളാണ് സംസ്ഥാനത്ത് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ രോഗബാധയുണ്ടായത് കോഴിക്കോട് ജില്ലയിലാണ്. കഴിഞ്ഞ മാർച്ചിൽ ഷിഗല്ല ബാധിച്ച് 3 വയസ്സുകാരിയുടെ മരണം ആദ്യമായി റിപ്പോർട്ട് ചെയ്തതും കോഴിക്കോട്ടാണ്. ഒരു പതിറ്റാണ്ട് മുൻപ് തന്നെ വിവിധതരം പകർച്ചപ്പനികൾ കേരളത്തെ കടന്നാക്രമിച്ചത് കൃത്യമായ മുന്നറിയിപ്പാണെന്നത് ഗൗരവത്തിലെടുക്കാതെ നമ്മുടെ ആരോഗ്യ മേഖല സുശക്തമാണെന്ന വാദമുയർത്തി പിടിച്ചു നിൽക്കുകയായിരുന്നു. ചിക്കൻ ഗുനിയയും തക്കാളിപ്പനിയും വൈറൽ പനികളായ H1N1 ഉൾപ്പെടെയുള്ളവയും വിവിധ കാലങ്ങളിൽ കേരളീയരെ വ്യാപകമായി ദുരിതത്തിലാഴ്ത്തിയിരുന്നു. പകർച്ചപ്പനി ബാധിച്ച് മരണങ്ങളും ഏറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ താൽക്കാലികമായ പരിഹാര പ്രവർത്തനങ്ങളിലൂടെ ഇതിനെ മറികടക്കാനായിരുന്നു ശ്രമങ്ങൾ നടന്നതെന്ന് തുറന്നു സമ്മതിക്കേണ്ട സ്ഥിതിയാണ്. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന വിദഗ്ധരായ ചിലർ ഇതിന്റെ ഗൗരവാവസ്ഥ വ്യക്തമാക്കുകയും കേരളം പകർച്ചവ്യാധികൾ കീഴടക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഗൗരവതരമായി പഠന നിരീക്ഷണങ്ങൾ നടത്തണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ശരിയായ നിലയ്ക്ക് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല എന്നത് ഖേദകരമായ കാര്യമാണ്. അനാരോഗ്യകരമായ ഭക്ഷണശീലം, ശരിയായ വ്യായാമത്തിന്റെ അഭാവം, രോഗപ്രതിരോധ ശേഷിയിലുള്ള കുറവ്, ജലസ്രോതസ്സുകൾ ഉൾപ്പെടെയുള്ളവയുടെ മലിനീകരണം, കീടനാശിനികളുടെയും രാസവളങ്ങളുടെയും അശാസ്ത്രീയമായ ഉപയോഗം തുടങ്ങി ഒട്ടേറെ കാരണങ്ങൾ കേരളീയരുടെ ആരോഗ്യത്തെ തകർക്കുന്നതിന് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. എന്നാൽ ഇതേക്കുറിച്ചൊന്നും കൃത്യമായ ഗവേഷണങ്ങളോ പഠനങ്ങളോ ഉണ്ടാവുകയോ ശാശ്വതമായ പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. ഗവേഷണ സ്ഥാപനങ്ങളും മെഡിക്കൽ കോളേജുകളും സർവകലാശാലകളും ഉൾപ്പെടെയുള്ളവ ഇക്കാര്യത്തിൽ ഏറെ ഗൗരവത്തോടെ തന്നെ പഠനങ്ങൾ നടത്തുകയും പരിഹാര നടപടികൾ കൃത്യമായി നടപ്പിലാക്കാനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം. രോഗബാധയുണ്ടാകുമ്പോൾ ബന്ധപ്പെട്ടവർ സടകുടഞ്ഞെഴുന്നേൽക്കും. ഉത്തരവാദിത്തപ്പെട്ടവർ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ നടത്തും. എന്നാൽ ഇതൊരു നിരന്തരമായ പ്രവർത്തനം എന്ന നിലയ്ക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും എല്ലാത്തരം ഭക്ഷണ വിഭവങ്ങൾക്കും കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കാറുണ്ട്. നമുക്കും ആവശ്യത്തിന് നിയമങ്ങളും ചട്ടങ്ങളും അത് നടപ്പിലാക്കാൻ സംവിധാനങ്ങളും ഉണ്ടെങ്കിലും അതൊന്നും ശരിയായ വിധത്തിൽ നടക്കുന്നില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിലെ കിണറുകൾ ഉൾപ്പെടെയുള്ള ശുദ്ധജല സ്രോതസ്സുകളുടെ സ്ഥിതിയെക്കുറിച്ച് പരിശോധനകൾ ഉണ്ടാകേണ്ടതാണ്. 2-3 സെന്റ് സ്ഥലത്ത് വീടുകൾ വ്യാപകമായതോടെ കിണറുകളും ശുചിമുറി മാലിന്യ സംഭരണികളും തമ്മിലുള്ള അകലം മീറ്ററുകൾ മാത്രമായി ചുരുങ്ങിയത് വലിയ അപകട സാധ്യതയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പുഴകളും കുളങ്ങളും തോടുകളുമൊക്കെ അറവ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ സംഭരണ കേന്ദ്രങ്ങളായിരുന്നു. ഇപ്പോൾ അക്കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ജലസ്രോതസ്സുകളെ പൂർണ്ണമായും മാലിന്യമുക്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് കേരളത്തെ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന്റെയും കോളറയുടെയും ഷിഗല്ലയുടെയും ഒക്കെ പകർച്ചാ കേന്ദ്രമാക്കി മാറ്റിയത് എന്ന വസ്തുതകൾ അംഗീകരിക്കാതിരുന്നിട്ട് കാര്യമില്ല. ഇത്രയധികം ആരോഗ്യ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും വിദഗ്ധരുമൊക്കെയുള്ള നാട്ടിലാണ് ഗുരുതര സ്വഭാവമുള്ള രോഗബാധകൾ തുടർച്ചയായ ഇടവേളകളിൽ ഉണ്ടാകുന്നത് എന്നത് നമ്മുടെ ആരോഗ്യ ഗവേഷണ സംവിധാനങ്ങളെ വേണ്ടവിധം ഉപയുക്തമാക്കാത്തതുകൊണ്ടാണ്. ഇത്തരം കാര്യങ്ങളിൽ ശാസ്ത്രീയമായ പഠനങ്ങളും നിരന്തരമായ പരിഹാര നടപടികളും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്.